നമസ്കാരം. നമ്മളെല്ലാവരും സ്കൂളിലും കോളേജിലുമൊക്കെ ഗ്രേഡുകൾ കണ്ടിട്ടുണ്ടല്ലേ? എ, ബി, സി എന്നൊക്കെ. പക്ഷേ ഈ ഗ്രേഡുകൾ ശരിക്കും എന്താണ്? വെറുമൊരു അക്ഷരം മാത്രമാണോ? അല്ല. ഇതിന്റെ പിന്നിൽ വലിയൊരു കഥയുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഗ്രേഡിംഗ് സിസ്റ്റം വന്നതെന്നും അത് നമ്മുടെ പഠനത്തെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്നും നമുക്കിന്നൊന്ന് വിശദമായി നോക്കാം. ഓർത്തുനോക്കൂ, ഒരു മാർക്ക്, ഒരൊറ്റ മാർക്കിനു വേണ്ടി ഒരു നല്ല ഗ്രേഡ് കയ്യിൽ നിന്ന് പോയ ആ ഒരു വിഷമം നമുക്കെല്ലാവർക്കും എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടാകുമല്ലേ? ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടിയാണ് ഗ്രേഡിംഗ് സിസ്റ്റം എന്നൊന്ന് കൊണ്ടുവന്നത് തന്നെ. അതെങ്ങനെയാണെന്നല്ലേ? പണ്ടത്തെ ആ ഒരു മാർക്കിംഗ് സിസ്റ്റം ഇല്ലേ, അത് കുട്ടികളിലുണ്ടാക്കിയിരുന്ന സമ്മർദ്ദം ചില്ലറയല്ല. മാർക്കിനു വേണ്ടിയുള്ള ഒരുതരം അനാരോഗ്യകരമായ മത്സരം. തൊട്ടടുത്തുള്ള കുട്ടിയേക്കാൾ ഒരു മാർക്ക് കൂടുതൽ വാങ്ങണമെന്നുള്ള വാശി. ഇത് വലിയ മാനസിക പിരിമുറുക്കത്തിനും ചില സാഹചര്യങ്ങളിൽ വളരെ മോശം അവസ്ഥകളിലേക്കും വരെ കുട്ടികളെ എത്തിച്ചിരുന്നു. അപ്പോൾ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരമെന്ന നിലയ്ക്കാണ് ഗ്രേഡിംഗ് എന്ന ആശയം വരുന്നത്. ഗ്രേഡിംഗ് വന്നപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാവോ? ആ ഒരു മാർക്കിന്റെ ടെൻഷനങ്ങ് കുറഞ്ഞു. ഒരു ഉദാഹരണം പറയാം. ഒരാൾക്ക് 81 മാർക്ക് കിട്ടി, മറ്റൊരാൾക്ക് 89 കിട്ടി. പഴയ സിസ്റ്റമാണെങ്കിൽ ഇവർ തമ്മിൽ 8 മാർക്കിന്റെ വ്യത്യാസമുണ്ട്. പക്ഷേ ഗ്രേഡിംഗ് സിസ്റ്റത്തിൽ ചിലപ്പോൾ ഇവർ രണ്ടാൾക്കും കിട്ടുന്നത് ഒരേ എ ഗ്രേഡായിരിക്കും. കണ്ടോ? ആ ഒരു ചെറിയ മാർക്കിന് വേണ്ടിയുള്ള നെട്ടോട്ടം അവിടെ ഇല്ലാതായി. അപ്പോൾ ഗ്രേഡിംഗ് നല്ലതാണെന്ന് മനസ്സിലായി. പക്ഷേ എല്ലാ ഗ്രേഡിങ്ങും ഒരുപോലെയല്ല. പ്രധാനമായും 2 വഴികളുണ്ടിതിന്. നമുക്ക് ഈ 2 രീതികളും എന്തൊക്കെയാണെന്ന് വിശദമായിട്ട് തന്നെ ഒന്ന് നോക്കാം. ആദ്യത്തേത് ഡയറക്റ്റ് ഗ്രേഡിംഗ്, രണ്ടാമത്തേത് ഇൻഡയറക്റ്റ് ഗ്രേഡിംഗ്. പേര് പോലെ തന്നെയാണ് ഇതിന്റെ പ്രവർത്തനവും. ഡയറക്റ്റ് ഗ്രേഡിംഗിൽ ഒരു ഉത്തരക്കടലാസ് നോക്കുമ്പോൾ ടീച്ചർ മാർക്കിന് പകരം നേരിട്ട് ഗ്രേഡുകൾ നൽകും, എ, ബി, സി എന്നൊക്കെ. എന്നാൽ ഇൻഡയറക്റ്റ് ഗ്രേഡിംഗിലോ, അവിടെ ആദ്യം മാർക്ക് തന്നെയാണ് ഇടുന്നത്, എന്നിട്ട് അവസാനം ആ മാർക്കുകളെല്ലാം കൂട്ടി ഒരു ഫൈനൽ ഗ്രേഡാക്കി മാറ്റുന്നു. ഇതാണ് അടിസ്ഥാനപരമായ വ്യത്യാസം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ രീതിയായ ഡയറക്റ്റ് ഗ്രേഡിംഗ് എന്താണെന്ന് നോക്കാം. ഇതാണ് താരതമ്യേന കുറച്ചുകൂടി ലളിതമായ രീതി. ഡയറക്റ്റ് ഗ്രേഡിംഗിൽ ഫൈനൽ ഗ്രേഡ് കണക്കാക്കുന്നത് ഗ്രേഡ് പോയിന്റ് ആവറേജ് അല്ലെങ്കിൽ GPA വെച്ചിട്ടാണ്. സംഗതി സിമ്പിളാണ്. 3 സ്റ്റെപ്പുകൾ. ഒന്നാമത് ഓരോ ചോദ്യത്തിനും കിട്ടിയ ഗ്രേഡ് നോക്കുക. രണ്ടാമത് ഓരോ ഗ്രേഡിനും നേരത്തെ തീരുമാനിച്ചു വെച്ച ഒരു പോയിന്റ് ഉണ്ടാകും, ആ പോയിന്റിലേക്ക് മാറ്റുക. മൂന്നാമതായി ഈ കിട്ടിയ പോയിന്റുകളുടെ എല്ലാം ശരാശരി കാണുക. അത്രയുള്ളൂ. ദേ, ഈ കാണുന്ന ഉദാഹരണം നോക്കൂ. ഇവിടെ ഒരു കുട്ടിക്ക് 15 ചോദ്യങ്ങൾക്ക് പല ഗ്രേഡുകൾ കിട്ടി. ഓരോ ഗ്രേഡിനും ഓരോ പോയിന്റ് ഉണ്ട്. അപ്പോൾ ആ പോയിന്റുകളെല്ലാം കൂടി കൂട്ടി. എന്നിട്ട് ആകെ ചോദ്യങ്ങളുടെ എണ്ണമായ 15 കൊണ്ട് ഹരിച്ചു. അപ്പോൾ കിട്ടിയ GPA എത്രയാണ്? 5.86. ഇതേത് ഗ്രേഡിന് തുല്യമാണെന്ന് നോക്കുമ്പോൾ D ഗ്രേഡാണ് ആ കുട്ടിക്ക് കിട്ടുന്നത്. ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്. ഈ ഡയറക്റ്റ് ഗ്രേഡിംഗ് കൂടുതലായും ഉപയോഗിക്കുന്നത് കേരളത്തിലെ ലോവർ പ്രൈമറി സ്കൂളുകളിലൊക്കെയാണ്, അതായത് ചെറിയ ക്ലാസ്സുകളിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ ഉത്തരത്തിനും പ്രത്യേകം ഗ്രേഡ് നൽകി വരുന്നത് ഒരുപാട് സമയമെടുക്കുന്ന പണിയാണ്. അതുകൊണ്ട് കുറച്ച് കുട്ടികളുള്ള ക്ലാസ്സുകളിലാണ് ഇത് കൂടുതൽ പ്രായോഗികം. ശരി, അപ്പോൾ ഡയറക്റ്റ് ഗ്രേഡിംഗ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്കെല്ലാവർക്കും കുറച്ചുകൂടി പരിചയമുള്ള ഇൻഡയറക്റ്റ് ഗ്രേഡിംഗ് രീതിയിലേക്ക് കടക്കാം. നമ്മൾ സാധാരണ കാണുന്ന പോലെ ആദ്യം മാർക്കിടുകയും പിന്നീട് അതിനെ ഗ്രേഡാക്കി മാറ്റുകയും ചെയ്യുന്ന സിസ്റ്റം. ഇൻഡയറക്റ്റ് ഗ്രേഡിംഗിൽ തന്നെ 2 തരമുണ്ട്. അതിൽ ആദ്യത്തേതാണ് അബ്സല്യൂട്ട് ഗ്രേഡിംഗ്. അബ്സല്യൂട്ട് എന്ന വാക്കിന്റെ അർത്ഥം പോലെ തന്നെ ഇവിടെ എല്ലാം മുൻകൂട്ടി കൃത്യമായി തീരുമാനിച്ചു വച്ചിരിക്കും. അതായത് അധ്യയന വർഷം തുടങ്ങുമ്പോൾ തന്നെ ടീച്ചർ പറയും 90% മുകളിൽ മാർക്ക് വാങ്ങിയാൽ എ ഗ്രേഡ് കിട്ടും. ആ ഒരു മാനദണ്ഡം അല്ലെങ്കിൽ ക്രൈറ്റീരിയ നിങ്ങൾ പാസ്സായാൽ ഗ്രേഡ് ഉറപ്പാണ്. ഈ ചിത്രം നോക്കിയാൽ സംഭവം ക്ലിയർ ആവും. 90നും 100നും ഇടയിൽ മാർക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് എ ഗ്രേഡ്, 80നും 89നും ഇടയിലാണെങ്കിൽ ബി ഗ്രേഡ്. അങ്ങനെ ഓരോ ഗ്രേഡിനും വേണ്ട മാർക്ക് നേരത്തെ തന്നെ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. നിയമങ്ങൾ വളരെ ലളിതമാണ്, സുതാര്യമാണ്. എല്ലാവർക്കും ആദ്യമേ തന്നെ കാര്യങ്ങൾ അറിയാം. നമ്മുടെ കേരളത്തിലെ ഹൈസ്കൂളുകളിലൊക്കെ സാധാരണയായി ഉപയോഗിക്കുന്നത് ഈ അബ്സല്യൂട്ട് ഗ്രേഡിംഗ് സിസ്റ്റമാണ്. നമ്മൾ കേട്ടിട്ടില്ലേ? 9 പോയിന്റ് ഗ്രേഡിംഗ്, A+ മുതൽ E വരെയുള്ള ഗ്രേഡുകൾ. ഓരോ ഗ്രേഡിനും എത്ര ശതമാനം മാർക്ക് വേണമെന്ന് ഇതിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻഡയറക്റ്റ് ഗ്രേഡിംഗിലെ രണ്ടാമത്തെ രീതിയിലേക്ക് വരാം, റിലേറ്റീവ് ഗ്രേഡിംഗ്. ഇവിടെ കാര്യങ്ങൾ കുറച്ച് വ്യത്യസ്തമാണ്. നിങ്ങളുടെ ഗ്രേഡ് തീരുമാനിക്കുന്നത് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് മാത്രം നോക്കിയല്ല, മറിച്ച് നിങ്ങളുടെ ക്ലാസ്സിലെ ബാക്കിയുള്ളവർക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കൂടി നോക്കിയിട്ടാണ്. അതായത് ഇതൊരു തരം താരതമ്യമാണ്. ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഒരു 400 മീറ്റർ ഓട്ടമത്സരം ആലോചിച്ചു നോക്കൂ. സ്റ്റാർട്ടിംഗ് ലൈനിൽ എല്ലാവരും ഒരേ നിരയിലല്ല നിൽക്കുന്നത്, പലരും പലയിടത്താണ്. ഒറ്റനോട്ടത്തിൽ അതൊരു അന്യായമായി തോന്നാം. പക്ഷേ ആ വളവ് തിരിഞ്ഞു കഴിയുമ്പോഴാണ് എല്ലാവരും ഒരേ ദൂരം ഓടുന്നതെന്ന് നമുക്ക് മനസ്സിലാവുക. ആരാണ് യഥാർത്ഥത്തിൽ മുന്നിലെന്നും വ്യക്തമാവുക.
റിലേറ്റീവ് ഗ്രേഡിംഗും ഇതുപോലെയാണ്. എല്ലാവരുടെയും പരീക്ഷ കഴിഞ്ഞു, എല്ലാവരുടെയും മാർക്ക് വന്നതിനു ശേഷമേ ആരാണ് ടോപ്പർ, ആരാണ് ശരാശരി എന്നൊക്കെ തീരുമാനിക്കാൻ പറ്റൂ. അതായത് ഇവിടെ 90 മാർക്ക് കിട്ടിയാൽ എ ഗ്രേഡ് എന്നൊരു നിയമം ആദ്യമേ ഇല്ല. പരീക്ഷയൊക്കെ കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോൾ ടീച്ചർ നോക്കും. എന്നിട്ട് പറയും, ശരി, ഈ ക്ലാസ്സിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്ത ആദ്യത്തെ 10% പേർക്ക് എ ഗ്രേഡ് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഗ്രേഡ് തീരുമാനിക്കുന്നത് നിങ്ങളുടെ മാർക്ക് മാത്രമല്ല, ക്ലാസ്സിലെ മറ്റുള്ളവരുടെ മാർക്കും കൂടിയാണ്. അപ്പോൾ ഈ 2 ചിത്രങ്ങളും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? ഇടതുവശത്തുള്ള അബ്സ്യൂട്ട് ഗ്രേഡിംഗിൽ ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ടുണ്ട്, ആ മാർക്ക് കടന്നാൽ മതി. പക്ഷെ വലതുവശത്തുള്ള റിലേറ്റീവ് ഗ്രേഡിംഗിലോ, അവിടെ നിങ്ങൾ മറ്റുള്ളവരുമായി മത്സരിക്കുകയാണ്. ഇതൊരു റാങ്കിംഗ് പോലെയാണ്. ഓക്കെ, നമ്മൾ ഡയറക്റ്റ്, ഇൻഡയറക്റ്റ്, അബ്സല്യൂട്ട്, റിലേറ്റീവ് എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇതൊക്കെ അറിഞ്ഞിട്ട് എന്തിനാ? ഒരു വിദ്യാർത്ഥി എന്ന നിലയിലോ അല്ലെങ്കിൽ ഒരു രക്ഷിതാവ് എന്ന നിലയിലോ ഇതൊക്കെ നിങ്ങളെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ടേബിൾ നോക്കിയാൽ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ ഒറ്റയടിക്ക് മനസ്സിലാവും. ആബ്സല്യൂട്ടും റിലേറ്റീവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, നിലവാരം, അവലംബം, അയവ്. പക്ഷേ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഏതാണെന്നറിയാമോ? ആ മത്സരം എന്ന ഭാഗമാണ്. ആബ്സല്യൂട്ട് ഗ്രേഡിംഗിൽ നിങ്ങളുടെ മത്സരം ഒരു നിശ്ചിത സ്റ്റാൻഡേർഡിനോടാണ്, 90 മാർക്ക് വാങ്ങുക എന്ന ലക്ഷ്യത്തോട്. പക്ഷേ റിലേറ്റീവ് ഗ്രേഡിംഗിലോ, നിങ്ങളുടെ മത്സരം നിങ്ങളുടെ കൂടെ പഠിക്കുന്നവരോടാണ്. അപ്പോ ഒരു ചോദ്യം ബാക്കിയുണ്ട്. ഈ 2 സിസ്റ്റങ്ങളിൽ ഏതാണ് കൂടുതൽ ശരി, ഏതാണ് കൂടുതൽ നീതിയുക്തം? ഒരു നിശ്ചിത മാർക്ക് വാങ്ങുന്നതാണോ മിടുക്ക്, അതോ ക്ലാസ്സിലെ മറ്റുള്ളവരെക്കാൾ നന്നായി പെർഫോം ചെയ്യുന്നതാണോ? നിങ്ങളുടെ ഗ്രേഡ് എന്തിനെ ആശ്രയിക്കണം? ഒരു ഫിക്സഡ് സ്റ്റാൻഡേർഡിനെയോ അതോ നിങ്ങളുടെ സഹപാഠികളുമായുള്ളൊരു താരതമ്യത്തെയോ? ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഗ്രേഡുകളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാൻ ഈ വിവരങ്ങൾ നിങ്ങളെ സഹായിച്ചു എന്ന് വിശ്വസിക്കുന്നു.